കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി മാറഞ്ചേരിയിൽ കാർഷിക ഗ്രാമസഭ. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കർഷകരുടെ ആവശ്യങ്ങൾ അറിയുന്നതിനും വാർഷിക പദ്ധതിയിൽ കാർഷിക രംഗത്ത് ആവിഷ്കരിക്കേണ്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി മാറഞ്ചേരി പഞ്ചായത്തിൽ കാർഷിക ഗ്രാമസഭ ചേർന്നു. മാറഞ്ചേരി പഞ്ചായത്തിൽ ആദ്യമായാണ് കാർഷിക ഗ്രാമസഭ ചേരുന്നത്. മാറഞ്ചേരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കാർഷിക ഗ്രാമസഭയിൽ നിലവിൽ കാർഷിക രംഗത്ത് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ കർഷകർ ഉയർത്തിക്കാട്ടി. പൊന്നാനി കോൾനിലയങ്ങളിൽ പെടുന്ന മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏക്കർ കണക്കിന് കൃഷി നിലമാണ് നിലവിൽ തരിശായി കിടക്കുന്നത്. തരിശു നിലങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കാർഷിക ഗ്രാമസഭയുടെ മുഖ്യ ലക്ഷ്യമായിരുന്നു. നെൽകർഷകരെ കൂടാതെ തെങ്ങ് കർഷകരും ക്ഷീരകർഷകർ അടക്കമുള്ളവരും നിരവധി പരാതികളും നിർദ്ദേശങ്ങളും ഗ്രാമസഭയിൽ ഉന്നയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്ത് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തയിടത്ത് അധ്യക്ഷയായി. കൃഷി ഓഫീസർ അൽതാഫ്, കൃഷി അസിസ്റ്റന്റ് റംല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ബത്തായി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക പദ്ധതി തയ്യാറാക്കുന്ന വേളയിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനും അവ പരിഹരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും ഗ്രാമസഭ ഉപകാരപ്രദമായി എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരായ എം ടി നജീബ്, പി വി മുസ്തഫ, നാസർ മാഷ്, റജുല ഗഫൂർ, ആസിയ വടശ്ശേരി, സുലൈഖ, റജീന, ടി മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തരിശിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതിൻ്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഗ്രാമസഭ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത്തരത്തിലൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ പല കാര്യങ്ങളിലും അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വിവിധ മേഖലകളിലുള്ള കർഷകർ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ കർഷക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അതിനെന്താണ് കാരണം എന്നുള്ളത്, എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടണം. മാറഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ എന്നുള്ളത് കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അവർക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ നിങ്ങളോട് ആവശ്യപ്പെടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെന്ത് ചെയ്യണം? കാരണം ഇന്ന് രാവിലെ ഒരു കർഷകൻ കാഞ്ഞിരമുക്ക് പ്രദേശത്തെ ഒരു വിഷയം വന്ന് പറഞ്ഞു, നമ്മുടെ ഒരു പാടശേഖരത്തിലേക്ക് ട്രാക്ടർ ഇറക്കാൻ പറ്റുന്നില്ല സംഭവം. അതിനെന്താ വിഷയം എന്ന് വെച്ചാൽ പമ്പ് ഹൗസിൻ്റെ ഒരു തടസ്സമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? അത് കൃഷിഭവനുമായി ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിന് നിയമപരമായിട്ട് എന്താണോ ചെയ്യാൻ കഴിയുക ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അത് ചെയ്തു കൊടുത്തുകൊണ്ട് അതിന് ട്രാക്ടറായിട്ട് പോകാനുള്ള ഗതാഗതം യോഗ്യമാക്കി കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. Every child is a star. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully. Every song I sing, Every praise I bring, everything I do is a gift to you. Everything I have, all you've given me, I give it to you, Lord, and do it thankfully, thankfully, Here we study life. thankfully, KEALP School, Ponnani, Ishwaramangalam.